നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. യമുന തീരത്തെ വിവാദോത്സവം. ഡൽഹി യമുന തീരത്ത് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ശ്രീ ശ്രീ രവിശങ്കറിന്റെ ലോക സാംസ്കാരികോത്സവത്തിന് ഹരിത ട്രൈബ്യൂണലിന്റെ അനുമതി. അതേസമയം സംഘാടകർ പാരിസ്ഥിതിക അനുമതി വാങ്ങിയില്ലെന്നാരോപിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷൻ 5 കോടി പിഴ അടയ്ക്കാനും ഉത്തരവ്. സംഭവത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും ട്രൈബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. താൽക്കാലിക നിർമ്മിതിയാണെങ്കിലും പാരിസ്ഥിതിക അനുമതി വേണ്ടെന്നാണോ മന്ത്രാലയത്തിന്റെ ധാരണയെന്ന് ട്രൈബ്യൂണൽ. സാംസ്കാരികോത്സവത്തിനായി പാലം നിർമ്മിക്കാൻ കേന്ദ്ര സേനയെ വിന്യസിച്ചതിനെതിരെ പാർലമെന്റിലും പ്രതിഷേധം. സ്വകാര്യ പരിപാടിയുടെ സുരക്ഷയ്ക്ക് ഇന്ത്യൻ സൈന്യത്തെ എന്തിന് വിന്യസിക്കണമെന്നും ആക്ഷേപം. നാണം കെട്ട പിന്മാറ്റം. മെത്രാൻ കായൽ സംബന്ധിച്ച വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ എറണാകുളം കടമക്കുടിയിലെ കൃഷിഭൂമി നികത്താനുള്ള അനുമതിയും റദ്ദാക്കി. അതേസമയം 1 ഇഞ്ച് ഭൂമി നികത്താൻ പോലും അനുമതി നൽകിയിട്ടില്ലെന്ന വിചിത്ര ന്യായവുമായി മുഖ്യമന്ത്രി. സർക്കാർ വ്യവസ്ഥ പാരിസ്ഥിതിക അനുമതിക്ക് വിധേയമായി പദ്ധതി നടപ്പാക്കാൻ. മെത്രാൻ കായൽ ടൂറിസം പദ്ധതി ഉൾപ്പെട്ടിരുന്നത് LDF സർക്കാരിന്റെ കർമ്മ പരിപാടികളിലെന്നും ഉമ്മൻചാണ്ടി. സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കോട്ടയത്ത് 378 ഏക്കറും എറണാകുളത്ത് 47 ഏക്കറും നികത്താൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇന്നലെ. റവന്യൂ വകുപ്പ് നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സുധീരനും TN പ്രതാപനും VD സതീശനും അടക്കമുള്ള നേതാക്കൾ. രാജ്യസഭാ സീറ്റ് CPM-ന്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഇടതുമുന്നണിയിലെ തർക്കങ്ങൾക്ക് പരിഹാരം. ഇന്ന് നടന്ന 2ാം വട്ട ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് CPM-ന് നൽകാൻ ധാരണ. കൊല്ലം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. സോമപ്രസാദ് സ്ഥാനാർത്ഥിയാകും. 2018-ൽ ഒഴിവുവരുന്ന സീറ്റ് CPI-ക്ക്. അതേസമയം VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനം വരെ കാത്തിരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. മാറ്റത്തിനായി 3ാം മുന്നണി. ഇടത് വലത് ചേരികൾക്ക് ബദലായി കേരളത്തിൽ 3ാം മുന്നണിക്ക് കാഹളം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരള ഘടകം പ്രഖ്യാപിച്ച് BJP BDJS നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും ഒന്നിച്ചു മത്സരിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ. സീറ്റ് വിഭജന ചർച്ചകൾ 10 ദിവസത്തിനകം പൂർത്തിയാക്കും. മുന്നണിയിലേക്ക് കൂടുതൽ കക്ഷികളെ പ്രതീക്ഷിക്കുന്നു. 3ാം ചേരിയുടെ വരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഇടത് വലത് മുന്നണികളുടെ കടുത്ത അവഗണനയ്ക്കെതിരെ ധർമ്മജനസേന പ്രതികരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പിളർന്നു വളരും. കേരള കോൺഗ്രസ് വിട്ട ഫ്രാൻസിസ് ജോർജിന്റെ വിമത സഖ്യം പുതിയ പാർട്ടി രൂപീകരിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ്. പ്രഖ്യാപനം കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ. ഫ്രാൻസിസ് ജോർജ് പാർട്ടി ചെയർമാൻ. മാണി കോൺഗ്രസ് വിട്ട ആന്റണി രാജു, KC ജോസഫ്, PC ജോസഫ്, വക്കച്ചൻ മറ്റത്തിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പാർട്ടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേക കമ്മിറ്റിക്കും യോഗം രൂപം നൽകി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ. പവൻ 21,480 രൂപ. വെള്ളി ഗ്രാമിന് 40.54 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.